ചെറുപ്പക്കാരാ, യുവാക്കളെ, യുവതികളെ ആലോചിക്കുന്നുണ്ടോ? നിഅമത്ത് തന്ന റബ്ബിനെ ഓർക്കുന്നുണ്ടോ? അല്ലാഹുവിനെ മറന്നിട്ടൊരു ജീവിതം വേണ്ട, ആ റബ്ബിനെ ധിക്കരിച്ചിട്ടൊരു ജീവിതം വേണ്ട. ഒരൊറ്റ സെക്കൻഡ് അല്ലാഹുവിനെ മതി കേട്ടോ. ഒരു ചെറിയ ബ്ലോക്ക് വന്നാ ലക്ഷങ്ങൾ പൊടിക്കേണ്ടി വരുന്നില്ലേ? പിന്നെ നടക്കാനും ഇരിക്കാനും ഭാരം ചുമക്കാൻ കഴിയാതെ വരുന്നില്ലേ? ആ റബ്ബിന്റെ പരീക്ഷണം വരുന്നതിന് മുമ്പ് വലിയ നിഅമത്ത് ചെയ്ത അല്ലാഹുവിനെ ഒന്ന് ചിന്തിച്ച് അവന്റെ മുന്നിലങ്ങ് അവന് നന്ദി ചെയ്ത് കൃത്യമായി സുജൂദ് ചെയ്തോ. നിസ്കാരം ഒഴിവാക്കല്ല ചെറുപ്പക്കാരാ, നിസ്കാരം ഒഴിവാക്കല്ലേ ഉമ്മമാരെ. നിസ്കാരത്തിലൊരു മടിയും കാണിക്കരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിമായ മനുഷ്യന്റെയും അമുസ്ലിമായ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോഗ്യം തന്ന റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങി ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും ഖളാക്കരുത് കേട്ടോ. ജീവിതത്തിൽ വല്ല ഖളാവുമായിട്ടുണ്ടെങ്കിൽ അത് ഖളാ വീട്ടലല്ലാതെ പരിഹാരമില്ല. നിസ്കാരത്തിന് മറ്റൊരു പരിഹാരമില്ല, ഖളാ വീട്ടുക തന്നെ. അതുകൊണ്ട് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ മുഴുവനും ഖളാ വീട്ടിക്കോ.